എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റൽ NGO ആയിട്ട് പ്രവർത്തിക്കുന്നു. അത് സമൂഹ മധ്യത്തിൽ നമ്മുടെ ആശയങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ നവോത്തര ഗുരുകുലം എന്ന് പറയുന്ന ഒരു കൂട്ടുജീവിത കേന്ദ്രമാണ്. കൂട്ടുജീവിതത്തെ പറ്റി കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അത് കേട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഓരോ നിമിഷവും പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ ജീവിച്ചു പോയവരും നമ്മൾ ഇപ്പോൾ ജീവിച്ചു പോകുന്ന ഒരു ജീവിത വ്യവസ്ഥയിൽ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധിയുണ്ട് നമ്മുടെ നിലനിൽപ്പിനെ. നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്താണ്? നമുക്ക് ഇന്നത്തെ സാഹചര്യത്തെ ഏറ്റവും സുഗമമായി, ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഏറ്റവും സുഗമമായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനുള്ള ഒരു പ്രതിവിധി എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായ തിരിച്ചറിവിന് മേലെ നമുക്കൊരു ജീവിത വ്യവസ്ഥയുണ്ട്. അതിന്മേൽ നമ്മൾ കൂട്ടായിട്ട് ജീവിക്കുക, കൂട്ടമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെയും നമ്മുടെ ചുറ്റുപാടിനെയും നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നയിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. നമുക്ക് വരുന്ന മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങൾ, അല്ലെങ്കിൽ എന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കിട്ടാതാകുന്നു. അങ്ങനെ വിഭവങ്ങൾ കിട്ടാതാകുമ്പോൾ നാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങൾക്കിടയിൽ, ക്വാറികൾക്കിടയിലുള്ള ഖനന പ്രവർത്തനങ്ങൾ, പിന്നെ മറ്റേ ജലചൂഷണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ നാം ആഞ്ഞടിക്കുന്നു. പുസ്തകം എഴുതിയതിനു ശേഷം നമ്മൾ വല്ലാത്ത ശക്തിയോടെ ആഞ്ഞടിച്ചിട്ടുണ്ട്. പിന്നെ സൃഷ്ടിയാത്മകമായിട്ട് ഇതേപോലുള്ള ആളുകൾ, മറ്റേത് പ്രതികരണാത്മകമാണ്, റിയാക്റ്റീവാണ്. ഇനി പറയുന്നത് സൃഷ്ടിയാത്മകമാണ്, ക്രിയേറ്റീവാണ്, അല്ലെങ്കിൽ പ്രൊവാക്റ്റീവാണ്, മരന്നെടുക്കുന്നു. കാരണം നമ്മുടെ വരുന്ന തലമുറകൾക്ക് ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വിലക്കയറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വിഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിലക്കയറ്റമൊക്കെ തടയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിയണം. ഗംഭീര പരിപാടിയില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു കാര്യം ആലോചിക്കുന്നു, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കാറുണ്ട്. അപ്പോ ഈ പരിസ്ഥിതി പ്രവർത്തനം പറയുന്ന കമേഴ്സ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ വ്യവസായത്തെയോ വാണിജ്യത്തെയോ മുതലാളിത്തത്തെയോ ഊന്നിക്കൊണ്ട് നിന്ന് ഇക്കാര്യങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്ന ആളുകളിലെ അവർ പറയുന്നതിൻ്റെയും ഈ പരിസ്ഥിതി പ്രവർത്തകരായ നാം, അല്ലെങ്കിൽ നാം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നതിൻ്റെയും അടിസ്ഥാന മനഃശാസ്ത്രം എന്താണ്? അടിസ്ഥാന മനോചിത്രം എന്താണ്? പൂർണ്ണമായിട്ട് നമ്മുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ വിഭവങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭവങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇത് പ്രകൃതിയുടെ ശാസ്ത്രമാണോ അതോ ഒരു സസ്റ്റൈനബിൾ ഇക്കോണമിക്സ് ആണ്? ഒരു എക്കണോമിക്സിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം, മുതലാളിത്തത്തിന്റെ ഒരു പുതിയ സംവിധാനം. അതാണ് നമ്മുടെ ഇവിടെ നിലവിലുള്ള പരിസ്ഥിതി വീക്ഷണവും പരിസ്ഥിതി കാഴ്ചപ്പാടും. ശ്രീ ആർണെ നായസ്, നോർവീജിയൻ ഫിലോസഫറായിരുന്ന ആർണെ നായസ് ഇതിനെ ഷാലോ ഇക്കോളജി, അല്ലെങ്കിൽ ആഴമില്ലാത്ത പരിസ്ഥിതി ശാസ്ത്രം എന്നാണ് വിളിച്ചത്. അപ്പോൾ ആഴത്തിലുള്ള പരിസ്ഥിതിയുടെ ഒരു നിലയെ കുറിച്ച് ആണ് നാം പരിചയപ്പെടേണ്ടത്. പ്രകൃതിയിലുള്ള സർവ വസ്തുക്കൾക്കും സർവചരാചരങ്ങൾക്കും ജൈവ സംവിധാനങ്ങൾക്കും അവയുടേതായ അകത്തുനിന്നും ഉണ്ടാകുന്ന സ്വയം മൂല്യങ്ങളുണ്ട്. അവയ്ക്കെല്ലാം തന്നെ പ്രകൃതിയുടെ ഓരോ നിലയിൽ നിന്നും നിലപാടിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള റോളുകളുണ്ട് എന്നൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വായിച്ചു പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, ഈ ഇരിക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കില്ല. അങ്ങനെ വരുമ്പോ മനുഷ്യനിയന്ത്രിതമായിട്ടുള്ള ഒരു പ്രകൃതി വീക്ഷണത്തിൽ നിന്നും ഊന്നിക്കൊണ്ട് നമ്മുടെ സംരക്ഷണത്തെ കുറിച്ച് നാം സംസാരിക്കുന്നത് എന്താണ് അർത്ഥം?
ഡീപിക്കോളജി അഡ്രസ് ചെയ്യുന്നത് ഇത്തരം ചാലഞ്ചുകളെയാണ്. അതായത് മനുഷ്യൻ പ്രകൃതിശാസ്ത്രത്തിന്റെ പേരിൽ ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് നിന്നും പ്രകൃതിയുടെ ദുരന്തം യഥാർത്ഥത്തിൽ ഏതു വഴിയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള മനുഷ്യന്റെ നിലനിൽപ്പ് മാത്രമല്ല പ്രകൃതിയുടെ മൊത്തത്തിലുള്ള പൊളിച്ചെടുക്കലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം. ഈ അന്വേഷണം ഡീപിക്കോളജിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നാം ഇനി എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ 20-25 വർഷത്തിന് ശേഷം നമുക്ക് ഇവിടെ ഒരു നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. മനുഷ്യരാശിക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. മറ്റു ജീവരാശികൾ ഇവിടെ നിലനിൽക്കും. എല്ലാമല്ല, കുറേയൊക്കെ നിലനിൽക്കും. മുഴുവൻ തല്ലിപ്പൊളിച്ചുകളെ കഴിയില്ല. പക്ഷേ മനുഷ്യരാശിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിനും അപ്പുറത്തേക്ക് അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ നാം എങ്ങോട്ടാണ് ഇനി യാത്ര ചെയ്യേണ്ടത്, എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത്, എന്ത് ബോധ്യപ്പെടലാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ഡീപിക്കോളജി എന്നുള്ള ഒരു ചിന്താപദ്ധതിയിലൂടെ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. 1960കളിൽ റേച്ചൽ കാസിന്റെ സയൻസ് സ്പ്രിംഗ് എന്നുള്ള പുസ്തകം വെളിയിൽ വന്നപ്പോ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉൽപ്പാദിപ്പിച്ച വെടിമരുന്നുകളുടെ പുനർവിപണനത്തിന് വേണ്ടിയും അതിനുവേണ്ടി സ്ഥാപിച്ച കമ്പനികളുടെ പുനർപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നാം കൃഷിക്ക് ഇവയെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുകയും വളരെ ഹരിതാഭമായ ചില മഹത് വ്യക്തികൾ ഇവിടെ ചില വിപ്ലവങ്ങളൊക്കെ നടത്തി. എല്ലായിടത്തും പച്ച നോക്കിക്കൊണ്ടൊക്കെ വരുമ്പോ കാണണം. പാലക്കാട് ജില്ലയില് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം പച്ച, കേരളം മുഴുവൻ പച്ച. അത്തരം വിപ്ലവങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെടിമരുന്നുകൾ ഇവിടെ ഇറക്കുമതി ചെയ്ത് അങ്ങനെ മൂന്നാം ലോക രാജ്യങ്ങളെ പൊക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ കൃഷി എന്നത് സ്വന്തം ഉപഭോഗത്തിന് വേണ്ടിയുള്ളതല്ല, അതിനുമപ്പുറത്തത് വ്യവസായമാണ് എന്ന രീതിയിൽ ഉപജീവനത്തിന് പകരം അത് ഒരു മത്സരത്തിലുള്ള ഒരു ടൂളാക്കി മാറ്റിയപ്പോ അത് കണ്ട് വേദനിച്ച റിച്ചർഡ് കാസ്റ്ററാണ് അത് പറഞ്ഞത്. അങ്ങനെയല്ല വേണ്ടത്, അതൊക്കെ നമുക്ക് കേടാണ്, അതില്ലാത്ത അത് നമ്മൾ പരിസ്ഥിതിയെ കേടുവരുത്തുകയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ മാർക്സിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഉടനെ തന്നെ കൊടിപിടിച്ചു. ചോപ്പിന്റെ താഴെ കുറച്ച് പച്ചയും വരച്ചു, പിന്നെ ഇടയ്ക്കൊക്കെ പച്ച കൂടി വന്നു. അങ്ങനെ ഭയങ്കര പരിസ്ഥിതി പ്രവർത്തനങ്ങളായി. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം കരയൊക്കെ പ്രതികരിക്കും. എന്തുകൊണ്ടാണ് ഈ പ്രതികരിക്കുന്നത്? പ്രകൃതി ഈ നമ്മൾ ജീവിക്കുന്ന ഭൗമ സംവിധാനത്തിന് കുറച്ച് പ്രക്ഷുബ്ധതകളുണ്ട്, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഉടനെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെതിരെ സമരങ്ങൾ ചെയ്യുന്നു. സമരത്തിന്റെ ഒരു കാലത്തിന് മുമ്പാണ് സമരങ്ങൾ, ഒരുപാട് സമരങ്ങൾ കണ്ട ഒരു ലോകത്തു നിന്നാണ് ഈ റിച്ചർഡ് കാസിന്റെ ചിന്താപദ്ധതിയിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ഒരുമിച്ച് വായിച്ച ജെയിംസ് ലവ്ലോക്ക്, അതുപോലെ ആർലൈൻ ആയുസും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രക്ഷുബ്ധതകൾ കൂടുകയാണ് എന്ന സത്യത്തെ നിരീക്ഷിക്കുന്നത്. ഭൂമിയുടെ അല്ലെങ്കിൽ ഭൗമ സംവിധാനത്തിന്റെ ജീവ സംവിധാനത്തിന് പ്രക്ഷുബ്ധതകൾ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നത്തോട് വേറൊരു പ്രശ്നം കൊണ്ട് പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരണം എപ്പോഴും പ്രശ്നങ്ങളെയാണ് ഉണ്ടാക്കുന്നത് എന്നത് തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സമീപനമല്ല മുമ്പോട്ട് വയ്ക്കേണ്ടത് എന്നുള്ളതും ചിന്തിച്ചു വരുന്നതും ആ ഒരു ചിന്താഗതി മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ 1971 ജനിക്കുന്നത്. ആ കാലത്താണ് ഇത് ലോകത്ത് സ്ഥാപിതമാകുന്ന ഡീപിക്കോളജി എന്നുള്ള പദ്ധതി. ഡീപിക്കോളജി അനുസരിച്ച് പ്രപഞ്ചത്തെ മൊത്തത്തിൽ ഒറ്റ സത്തയായിട്ടാണ് കാണുന്നത്. ജെയിംസ് ലവ്ലോക്ക് മുൻപോട്ട് വെച്ചിട്ടുള്ള ഗൈയ തിയറി അനുസരിച്ച്, അദ്ദേഹം മുൻപോട്ട് വെച്ച ഗൈയ ഹൈപ്പോത്തസിസ് ആണ്, അതിനിപ്പോൾ ഗൈയ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ഗൈയ തിയറി അനുസരിച്ച് ഭൂമി ഒരു ജൈവ സത്തയാണ്. അങ്ങനെയുള്ള ഒരു ഒറ്റ സത്തയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന നാം സ്വതന്ത്രനാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. നാം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, ആത്മസാക്ഷാത്കാരമാണ് ഡീപിക്കോളജിയുടെ വേണ്ടിയുള്ളത്. ആത്മസാക്ഷാത്കാരത്തിൽ ഈ ആത്മം അല്ലെങ്കിൽ ഞാൻ, അഹം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? കുറെ അവയവങ്ങൾ ചേർന്നതാണ്. ഈ അവയവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? കുറെ
കലകൾ ചേർന്നിട്ടുള്ളതാണ്. കലകളെല്ലാം കോശങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. കോശങ്ങൾ കോശദ്രവങ്ങൾ കൊണ്ടുള്ളതാണ്. അവ മൂലകങ്ങൾ സംയുക്തങ്ങൾ കൊണ്ടാണ്. അവ മൂലകങ്ങൾ കൊണ്ടുണ്ടായതാണ്. മൂലകങ്ങളാകട്ടെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും പോലുള്ള കണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. പ്രാഥമിക കണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. സബാറ്റമിക കണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത്. അവയാകട്ടെ കോക്കുകൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. കോക്കിനെ മാറ്റിയിട്ട് നാളെ നമ്മൾ പുതിയൊരു ഒരു അടിസ്ഥാന കണത്തെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അവ കൊണ്ടുണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്ക് അവയെ പ്രാഥമിക കണമെന്ന് വിളിക്കാം. പ്രാഥമിക കണങ്ങൾ ചേർന്ന് സംയുക്തങ്ങൾ അങ്ങനെ വന്ന് ഞാനെന്നുള്ള ജീവി വരെ ഉണ്ടായിരിക്കുന്നു. ഞാനെന്നുള്ളത് ചേർന്നിട്ടാണ് എന്നെപ്പോലുള്ള നിങ്ങളെ കൂടെ ചേർന്നിട്ടുള്ള മനുഷ്യ സമൂഹം ഉണ്ടായിരുന്നത്. മനുഷ്യ സമൂഹങ്ങൾ മനുഷ്യരും അതുപോലെ ജീവസമൂഹങ്ങൾ ചേർന്നിട്ടാണ് ഇത്തരം സമൂഹങ്ങൾ ചേർന്ന് ജീവസമൂഹങ്ങൾ ഉണ്ടാവുന്നത്. ജീവസമൂഹങ്ങൾ ചേർന്നിട്ട് ജൈവ സമൂഹം ഉണ്ടാകുന്നു. അവകൾ ചേർന്നിട്ട് ഭൂമി ഉണ്ടാകുന്നു. പുതിയതുള്ള ഗ്രഹങ്ങൾ ചേർന്നിട്ട് ഗോളങ്ങൾ ചേർന്നിട്ട് സൗരയൂഥം ഉണ്ടാകുന്നു. ഗാലക്സി ഉണ്ടാകുന്നു. ബാക്കിക്ക് അറിയില്ല. പ്രപഞ്ചമുണ്ടാകുന്നു. ഇവയൊന്നും ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ ബോധ്യത്തിൽപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതാണ് ശാസ്ത്രം എന്ന് ശാസ്ത്രവിശ്വാസികളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ശാസ്ത്രം വലിയൊരു വിശ്വാസമാണ്. ഞാൻ എന്നുള്ളൊരു വലിയ കൂടിനകത്ത് എന്റെ അവയവങ്ങൾ നിൽക്കുന്നു. എന്റെ അവയവങ്ങളാകുന്ന കൂടിനകത്ത് എന്റെ കോശങ്ങൾ നിൽക്കുന്നു എന്ന രീതിയിൽ കൂടിനകത്ത് കൂടായിട്ടുള്ള ഒരു ക്രമീകരണത്തിലൂടെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ നടുവിൽ നിൽക്കുന്ന ഞാൻ, ഒരു മാലയിലെ കണ്ണികൾ നിൽക്കുന്ന പോലെ അതിന്റെ നടുവിൽ നിൽക്കുന്ന ഞാൻ. എന്റെ ഈ വശത്ത് സൗജൻ ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് ഷാജഹാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ഈ അതേ പ്ലെയിനിൽ ഇങ്ങനെ എന്നെ പോലുള്ള മനുഷ്യരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഇങ്ങോട്ട് വരച്ചൊരു ഹൈറാർക്കിയില് ഞാൻ എവിടെ നിൽക്കുന്നു അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഞാൻ. എന്റെ ഇപ്പുറത്ത് മനുഷ്യരാശി വരുന്നുണ്ട്, ഇപ്പുറത്ത് പട്ടിരാശി പൂച്ചരാശി എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറെ ആളുകൾ വരുന്നുണ്ട്. കുറെ ജീവരാശികൾ വരുന്നുണ്ട്. അവയുടെ ഒരു തലം. അങ്ങനെ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു തലം, നമ്മൾ സമൂഹം എന്ന് വിളിക്കുന്ന, പൊതുവിൽ സമൂഹം എന്ന് വിളിക്കുന്ന ഒരു തലം. പരിസ്ഥിതി പ്രവർത്തകർ കുറച്ചുകൂടെ സമൂഹത്തെ വലുതാക്കണം. വൃക്ഷ സമൂഹം, സസ്യസമൂഹം, ജീവസമൂഹം, ജന്തുസമൂഹം എന്നൊക്കെ പറയാം. അവയെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു നിര. എന്റെ അകത്തേക്ക് ഒരു ലോകം, അകത്തും പുറത്തുമുള്ളൊരു സമൂഹ തലം ഇങ്ങനെ. എന്റെ അതേ പ്ലെയിനിലൊരു സമൂഹം ഇങ്ങനെ. അതുപോലെ പരിണാമത്തിലൂടെ അല്ലെങ്കിൽ തലമുറകളിലൂടെ നമ്മൾ കൈമാറുന്നുണ്ട്. പല പൂപ്പന്മാർ മുതൽ ഞാൻ മുതൽ എന്റെ മക്കൾ മുതൽ ഇങ്ങനെ പോകുന്ന ഒരു തലം. ഒരുപക്ഷെ നിങ്ങൾ ഗ്രീൻ റോസ് ഫൗണ്ടേഷന്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊരു പച്ചക്കുരിശ് വരുന്ന വരച്ചു വെച്ചതല്ല. ആദ്യം വസ്തു മുതൽ പ്രപഞ്ചം വരെയും നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങൾ വഴിയും ചക്രങ്ങളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ഞാൻ, ഇതിന്റെ നടുവിൽ നിന്ന് ഞാൻ ഇതിനെ അളക്കാൻ തയ്യാറാകുന്നു, ഇതിനെ അളക്കാൻ പുറപ്പെടുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളത് കാര്യം. ഞാൻ എവിടേക്ക് എത്രത്തോളം മാറി നിൽക്കുന്നു അത്രത്തോളം വലുതാണ് ഞാൻ. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഒന്നാകുന്ന ഒരു മഹാസംവിധാനത്തെ നാം മനസ്സിലാക്കുമ്പോൾ, അതാണ് ഞാനെന്ന് മനസ്സിലാക്കുമ്പോൾ, അതാണ് മുമ്പേ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടത്. The planet is you. അല്ലെ? ഈ ഭൂമി എന്ന ഗ്രഹം നിങ്ങളാകുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ഒരു വീക്ഷണത്തിന് പകരം പ്രപഞ്ച കേന്ദ്രിതമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയെ കാണുക, ഇവരുള്ള ഓരോ കണങ്ങളുടെയും ഓരോന്നിന്റെയും അടിസ്ഥാന മൂല്യത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുക. നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാന കാര്യകാരണങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആഴത്തിൽ ചോദിക്കുക, ആഴത്തിൽ അന്വേഷിക്കുക, ആഴത്തിൽ അറിയുക, ബോധ്യപ്പെടുക, അതായി മാറുക എന്നുള്ളതാണ് ഡീപിക്കോളജി നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ക്രിയകളും പഠനങ്ങളും അന്വേഷണങ്ങളും ഒരുപാട് വൈകിടാണ്. അവയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. വൻ നാഗരികതകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ നാഗരികതയ്ക്കനുസരിച്ച് മനുഷ്യന്റെ ചിന്തയും പ്രവൃത്തിയും മുൻപോട്ട് പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഉൽപാദനം ഉണ്ടായിരുന്നു. ആ ഉൽപാദനത്തെ നിലനിർത്തുന്ന ഒരു കാലത്ത് അവിടെയെല്ലാം നമ്മൾ എന്താ പറയുക, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഏക്കർ കണക്കിന് വയലുകൾക്കിടയിൽ ഇവർക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി അതിന് പാകത്തിൽ ചെറിയ മരമുണ്ടാകും.
വേറെ എങ്ങും ഒരു മരം പോലും ഉണ്ടാവില്ല. ഇത് ഈ മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ ചില മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട്, മറ്റേ ഉപകരണാത്മക മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് ഇതിൽ നിന്നും ഉത്പാദനം ഉണ്ടാക്കി നമുക്ക് കിട്ടുന്നതാണ്. ബാക്കിയുള്ള സമയം അവിടെ യാതൊന്നും പാടില്ല എന്ന രീതിയിലൊരു വിഭാവന നമുക്കുണ്ടായിരുന്നു. അത്തരം വിഭാവനം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ആ സ്ഥലങ്ങളെല്ലാം മരുഭൂമി ആയിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. കാരണം ഒരു സമൂഹം മുഴുവൻ അങ്ങനെ വിഭാവനം ചെയ്യുമ്പോൾ അത് അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിനു പകരമായി നമുക്ക് മുൻപോട്ട് വയ്ക്കാൻ കഴിയേണ്ടത് ഇത്തരത്തിലല്ലാതെ ഹരിതാഭമായിട്ടുള്ള എല്ലാം തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സംവിധാനം ആണ് ഉള്ളത് എന്നതിനെ കുറിച്ച് ബോധ്യമുള്ള ഒരു സിവിലൈസേഷൻ ഇവിടെ ഉണ്ടാവും. ആ സിവിലൈസേഷൻ ഉണ്ടാകുക എന്നുള്ള കാര്യം അതാണ് നമ്മൾ ചെയ്യുന്നത്, അതല്ലാതെ മരം വയ്ക്കലല്ല. ഒരാളെ ശ്രദ്ധിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അതുപോലെ ഈ പ്രകൃതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതും കാണാൻ കഴിയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നതും അതല്ലാതെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതും ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്നതാണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. എന്നുവെച്ചാൽ ഈ നമുക്ക് ചുറ്റുമുള്ളത് നമ്മളെല്ലാവരും ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ പരസ്പര ബന്ധം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കുന്നത്. എപ്പോഴും നടക്കേണ്ടുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എപ്പോഴെങ്കിലും നടക്കുന്നുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ അതിനെ നമ്മൾ ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നാൽ നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മൾ അതിനെ വിധി എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ താളവുമായിട്ട് ചേർന്ന് പോകുമ്പോഴാണ് നമ്മൾ വിചാരിച്ച കാര്യം നടന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ല എങ്കിൽ അവിടെ നമ്മുടെ താളം പ്രകൃതിയുടെ താളവുമായിട്ട് എന്തോ ഒരു പൊരുത്തക്കേട് വരുന്നു എന്നുള്ളത്, അവിടെ തടസ്സം നിൽക്കുന്നത് എന്താണ്? അപ്പൊ അത്തരം ഒരു അന്വേഷണം അതെല്ലാം ചേർന്നാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതും നമ്മളൊരു ഇൻട്രഡക്ഷനെ തരുന്നുള്ളൂ. കൂടുതൽ ചോദിച്ച് നമുക്ക് കൂടുതലല്ല. നമ്മള് നെല്ലിയാമ്പതി മലകളൊക്കെ കയറി ഇവിടെ വന്ന് ഈ തണുപ്പത്ത് രാവിലെ ചേട്ടൻ ചോദിച്ചിട്ട് പാവങ്ങളുടെ കുട്ടിയായ നെല്ലിയാമ്പതിയിലേക്ക് വന്ന് നമ്മൾ ഇങ്ങനെ മഴ കൊള്ളാൻ കുറെ ക്ലാസ്സുകളിലേക്കാണ് തയ്യാറായിരിക്കുന്നത്. മരം, മഴ, പുഴ, വന്യജീവികൾ, കിളികൾ, അത് രസകരമാണ്. മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടാണ് പ്രകൃതി. മനുഷ്യൻ പലപ്പോഴും പ്രകൃതിയെ കാണാനായിട്ട് കാടുകളിൽ പോകുന്നു, കായലുകളിൽ പോകുന്നു. അപ്പൊ മനുഷ്യനെപ്പോഴും പ്രകൃതി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളൊരു ജീവിയുടെ കഥ അല്ലെങ്കിൽ ഒരു ജീവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കസ്തൂരി തേടി ലോകം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എങ്ങും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കഥയാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, കേട്ടു. അപ്പൊ നമ്മൾ പ്രകൃതിയെ തേടി എങ്ങും യാത്രയാണ്. നഗരങ്ങളിൽ നിന്നും നാടുകളിലേക്ക്, നാടുകളിൽ നിന്ന് കാടുകളിലേക്ക്, കാടുകളിലുള്ളവർ നഗരങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളെപ്പോഴും പ്രകൃതിയെ തേടിയുള്ള അന്വേഷണങ്ങളിലാണ് സ്ഥിരമായിട്ട്. വെളിയിൽ ഇരിക്കുന്ന ഏതൊരു പ്രകൃതി തേടിയാണ് നാം യാത്ര ചെയ്യുന്നത്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്ന ഒന്ന് മനുഷ്യൻ എന്നുള്ള ഒന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു വീക്ഷണം. മനുഷ്യൻ എന്നുള്ള ഒരു എൻറ്റിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു എൻറ്റിറ്റി. ഉപകരണ മൂല്യം നൽകി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് പ്രകൃതിയെ കഴിഞ്ഞ 300 വർഷമായിട്ട് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപകരണ മൂല്യമുള്ള ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് അവന്റെ ഉപഭോഗത്തിന് ആവശ്യമായിട്ടുള്ള അവന്റെ ജീവിതത്തിന് വേണ്ടുന്ന വിഭവങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ്. മനുഷ്യസ്നേഹികളായിട്ടുള്ള ഒരുപാട് ഫിലോസഫേഴ്സ് ലോകമെമ്പാടും പല നിറങ്ങൾ ചാലിച്ചുകൊണ്ടുള്ള വിപ്ലവങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പേര്. ഒരുപക്ഷെ നമ്മുടെ നാട് അതിന്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായിട്ടാണ്. അപ്പോ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള മനുഷ്യന്റെ വിഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയി മാത്രം കാണുന്ന ഒരു ഇൻഡസ്ട്രിയൽ വീക്ഷണം നമുക്കിവിടെ നിലവിലുണ്ട്. അതിലൂന്നിക്കൊണ്ടുള്ള ഒരു ഇക്കോളജിക്കൽ വീക്ഷണം, ഒരു പ്രകൃതി വീക്ഷണം നമുക്കുണ്ട്. അങ്ങനെ
അത്തരമൊരു പ്രതിവിശ്വാസത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ബോധർ ചെയ്യേണ്ടി വരുന്നു, കെയർ ചെയ്യേണ്ടി വരുന്നു. നമുക്ക് നമ്മുടെ നിലനിൽപ്പ് എവിടെയോ അപകടത്തിലാകുന്നില്ല എന്നുള്ള തോന്നൽ ആർക്കൊക്കെ ഉണ്ടാകുന്നു. ഒടുവിൽ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നു. നിലനിൽപ്പ് വലിയ പ്രശ്നങ്ങളിലാണെന്നും പ്രതിസന്ധികളിലാണെന്നും മനസ്സിലാക്കുന്നു. അപ്പോ നാം പരിസ്ഥിതി രംഗത്തുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നു. പരിസ്ഥിതി രംഗത്തുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വിഭവപരമായ നമ്മുടെ നഷ്ടങ്ങൾ ഒഴിവാക്കി നമ്മുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, നമുക്ക് നഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ ഇല്ലാതെയുള്ള നമ്മുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് പരിസ്ഥിതി പ്രവർത്തനവും പൊതുവിൽ മനുഷ്യകേന്ദ്രിതമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത്. ഇവിടെ കൂടുന്ന ആളുകൾ, ഇത്തരം ഒരു പരിപാടിക്ക് വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഒരു പൊതു വീക്ഷണമുണ്ടാവും. മാനവികത എന്നത്, മാനവനാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം. നാം അപകടങ്ങളിലേക്ക് നടന്നു കയറുന്നു എന്ന് മനസ്സിലാക്കിയ പലരും ഇവയെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ ആണ് ഇതിന്റെ പ്രകൃതിയുടെ മനുഷ്യനുമായുള്ള വേർതിരിവിന്റെ അർത്ഥശൂന്യത നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. അതിനു മുമ്പേ പലരും നമ്മുടെ പൈതൃകമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ വീക്ഷണങ്ങളും തലമുറകളിലൂടെ കൈമാറി കിട്ടിയ നമ്മുടെ നാട്ടറിവുകളും ഒക്കെ നമുക്ക് ഇതിനോടനുബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പകർന്നു തന്നിട്ട് പോലും നമുക്ക് അവയെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അവയെ ശ്രദ്ധിക്കാൻ നാം തയ്യാറല്ലായിരുന്നു. ഒടുവിൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലേക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നടത്തിയ തത്വശാസ്ത്ര വീക്ഷണങ്ങളുടെ അന്വേഷണങ്ങളുടെ ഭാഗമായി നമുക്ക് ബോധ്യം വന്നു, ഇവിടെ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഏതൊക്കെയോ വഴികൾ, കണ്ണികൾ നാം മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ പോയാൽ സാധിക്കില്ല, അത്തരത്തിലല്ല വീക്ഷിക്കേണ്ടത്, അവയെ ഇങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വീക്ഷിക്കുമ്പോൾ നാം എന്ത്, എവിടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ബോധ്യം വേണ്ടി വരും. രാവിലെ നാം ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചിരുന്നു ചെറുതായിട്ട്. മനുഷ്യൻ എവിടെയാണ് നിൽക്കുന്നത്? ഒരുപക്ഷെ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നേക്കാമല്ലോ. ആദിമൂല വസ്തു മുതൽ കോശങ്ങളും കലകളും അവയവങ്ങളും ജീവിയും ജീവിവർഗവും അവ നിൽക്കുന്ന ജൈവമണ്ഡലവും ഈ ഗോളവും പ്രപഞ്ചവും വരെയുള്ള വെർട്ടിക്കലായിട്ടുള്ള ഒരു അലൈൻമെന്റിന്റെ നടുവിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു വൈക്കോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ 0 എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഞാൻ എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം ഈ ചുറ്റുമുള്ള കാര്യങ്ങളെ മുഴുവൻ കാണുകയും അളക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ കേവലമായിട്ടുള്ള പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ വീക്ഷണ സ്ഥാനം എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന പോയിന്റ്. അതേസമയം ഞാൻ എന്നുള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും നോക്കുന്നതിനാൽ അതിന് സമമായി തന്നെ നമുക്ക് വശങ്ങളിൽ ജീവിക്കുന്ന നമ്മളെ പോലെ തന്നെയുള്ളവയെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവൻ മാനവികനാണ്, ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള വീക്ഷണം. ആ മാനവികതയ്ക്ക് കൂടുതൽ ഡയമെൻഷൻസ് കൊടുക്കുന്ന സമയത്ത് അതിന് തൊട്ടു താഴെയുള്ള മറ്റു ജീവജാലങ്ങളുടേതായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനുകളെ കുറിച്ചും നാം കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തെ ആധാരമാക്കി ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ജൈവ സംവിധാനങ്ങളെല്ലാം തന്നെ ചാക്രികമായി ചലിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നവയാണ്. അത്തരത്തിൽ മുൻതലമുറകളിൽ നിന്നും എന്നിലൂടെ എന്റെ പിൻതലമുറകളിലൂടെ നാം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇതൊരു ത്രിമാന രൂപമാണ്, വളരെ ചുരുങ്ങിയ ഒരു അളവിൽ മനസ്സിലാക്കാനുള്ള ഒരു ത്രിമാന രൂപമാണ് ഈ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇവയുടെ ഈ എക്സ് കോർഡിനേറ്റിന്റെ വൈ കോർഡിനേറ്റിന്റെ അതുപോലെ തന്നെ സെറ്റ് കോർഡിനേറ്റിന്റെ നടുവിലെ 0 എന്നുള്ള പോയിന്റിൽ നിന്നുകൊണ്ട് നാം വീക്ഷിക്കുന്നു ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്ന എനിക്ക് എന്തൊക്കെയാണുള്ളത്? നമ്മൾ ജീവിക്കുന്നവരായതുകൊണ്ട് എനിക്ക് എന്റെ ചില കാര്യങ്ങളെ കുറിച്ച് സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു ശരീരമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കൊരു ശരീരമുണ്ട് എന്ന് മാത്രമല്ല, എനിക്കൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴൊക്കെയോ നാം ബോധം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നാം ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജീവൻ നഷ്ടപ്പെടുമോ, എനിക്ക് ജീവൻ പോയി കിട്ടുമോ എന്നൊക്കെ. ജീവൻ ഉണ്ടെന്ന് നമുക്കറിയാം.
പിന്നെ നാം ജീവിക്കുന്നതൊക്കെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ചുള്ള വീക്ഷണം കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കലുകളുടെ ഒരു ലോകമല്ല, ജ്ഞാനത്തിന്റെ ഒരു ലോകമുണ്ടെന്നറിയാം. ചിലപ്പോഴൊക്കെ നമുക്ക് കാര്യങ്ങൾ അതിന് നേരാവണ്ണം പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയം തോന്നാം. ചിലപ്പോൾ കാര്യങ്ങൾ നേരാവണ്ണം മുമ്പോട്ട് പോകുന്നത് കാണാം. അപ്പോ ഇവയൊക്കെ ചലിപ്പിക്കുന്ന എന്തൊക്കെയോ ചൈതന്യപരമായിട്ടുള്ള എന്തൊക്കെയോ ബലപരമായ എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ രീതിയിൽ നാം വീക്ഷിക്കുന്ന സമയത്ത് ഈ പൂജ്യം എന്ന് പറയുന്ന ഏകകത്തിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും വീക്ഷിക്കുന്ന നാം ഏകപക്ഷീയമായി ഏകമാനീയമായി കണ്ടാൽ മതിയാകുമോ എന്ന ചിന്ത ഈ അന്വേഷണം നടത്തിയ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായി നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതായത് ഭൗതികവാദമാണ് പൊതുവിൽ നമ്മുടെ കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആത്മീയതയുടെ പേര് പലർക്കും പറയുന്നതെങ്കിലും അതിലും ഭൗതികതയാണ്. കാരണം ആത്മീയതയിൽ ഊന്നിയ ഒരു ഭൗതികതയെ കുറിച്ചാണ്, അല്ല ഭൗതികതയിൽ ഊന്നിയ ഒരു ആത്മീയതയെ കുറിച്ചാണ് നമുക്ക് മലയാളിയുടെ ഒരു ലക്ഷ്യം. ഈ ഭൗതികത മാത്രമാണോ പ്രാപഞ്ചികമായിട്ടുള്ളത്, പ്രപഞ്ചത്തിലുള്ളത്? ഭൗതികത മാത്രമല്ല. ഭൗതികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അളക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന എന്ന് പറയുന്നത്. ദ്രവ്യം എന്ന് പറയുന്നതിനെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം അല്ലെ. അതിന്റെ അപ്പുറത്ത് എന്താണ്? പ്ലാസ്മ. പിന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസൈറ്റ്സിൻ കണ്ടൻസേറ്റ് എന്നൊക്കെ പറയുന്നത്. കണ്ടൻസേറ്റുകളുടെ അതെന്തോ ആയിക്കോട്ടെ, കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഫെർമിയോണുകൾ ദ്രവ്യമായി പ്രത്യക്ഷപ്പെടുന്നു, ഘടകാരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ബോസൈറ്റ് കണ്ടൻസേറ്റുകൾ ഇവയുടെ മറ്റെന്തൊക്കെയോ ആയി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ അളക്കാൻ കഴിയും. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷെ അത് പ്രത്യക്ഷമാണ്. അവിടെയാണ് ക്വാണ്ടം ഭൗതികവും ആധുനിക ശാസ്ത്ര വീക്ഷണങ്ങളും ഒക്കെ തത്വശാസ്ത്രത്തിന്റെയും മറ്റു തരം വിശകലനങ്ങളുടെയും ഒക്കെ സഹായം തരുന്നത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, കണ്ടൻസേറ്റ് എന്ന് പറയുന്ന പഞ്ചതലങ്ങളിൽ നിൽക്കുന്ന ഭൗതിക രൂപം ഒരു വശത്ത് നിൽക്കുമ്പോൾ അതേ വസ്തുവിന് സ്ഥിതം, ചലസ്ഥിതം, ചലം, ജൈവം, അതിജൈവം എന്ന് പറയുന്ന 5 പ്രതിഭാസ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഭൗതിക വസ്തുവിന് ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ഭൗതിക വസ്തുവിന് ഒരു സ്വഭാവം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ആ സ്വഭാവത്തിനനുസരിച്ച് അത് എന്തൊക്കെയോ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ധർമ്മം ഉപയോഗിക്കുന്നത്. ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിധിയൊക്കെ വിട്ടുപോയി എന്നാണ് ശാസ്ത്ര വിശ്വാസികൾ പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രവാദികൾ. ഉദാഹരണത്തിന് ഒരു ഖരവസ്തുവിനെ എടുത്ത്, ഖരം, ദ്രാവക, വാതകം എന്ന് പറയുമ്പോൾ ഖരവസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ധർമ്മം എന്താണ്? മിണ്ടാതിരിക്കുക എന്നാണ്. ദ്രവരൂപത്തിലുള്ള വസ്തുവിന്റെ ധർമ്മം എന്താണ്? സഹവർത്തിക്കുക. ഏത് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് സഹവർത്തിക്കുക എന്നുള്ളതാണ്. അടുത്തത് വാതകത്തെ എടുത്തു കഴിഞ്ഞാൽ അത് സഹകരിക്കുക. ഏത് സാഹചര്യം അതുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. ജൈവവസ്തുവിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ളവയെ എടുത്തു കഴിഞ്ഞാൽ അവയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവയുടെ ധർമ്മം എന്താണ്? അത് പാരസ്പര്യത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അടുത്തതിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളതിനെയൊക്കെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ധർമ്മം പാലിക്കുന്ന ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു സത്തയ്ക്ക് അതിന്റെ ചുറ്റുപാടുകളുമായി ചേർന്ന് പോകാൻ പാകത്തിലുള്ള ഒരു വിവരം അല്ലെങ്കിൽ ഒരു അറിവ്, ഒരു ചോദന, തോന്നൽ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അവ എങ്ങനെ വേണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ്. ആ മേഖലയെ ജ്ഞാനം എന്ന് പറയും. സ്ഥിരമായ ഒരു വസ്തുവിന്, ചലിക്കാത്ത ഒരു വസ്തുവിന് അതെന്താണോ അതായിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അത്തരം ഒരു ജ്ഞാനത്തെയാണുള്ള അവബോധം എന്ന് പറയുന്നത്. ദ്രവവസ്തുവിന് അത് എവിടെയാണോ അതുമായി ചേർന്ന് അവയ്ക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇത് തഴക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിക്ഷിതാവബോധം എന്ന് പറയാം.
അതിനുമടുത്ത് വാതകത്തെ എടുത്ത് അവ എവിടെയാണോ അതിനനുസരിച്ചൊരു ധാരണാത്മകമായ ഒരു ജ്ഞാനാവസ്ഥയിലേക്കാണ്. അടുത്ത് ജൈവവസ്തുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനാത്മകമാണ്. ജീവനുള്ള ഓരോ വസ്തുവും അത് എങ്ങനെയാകണം എന്ന് ഭാവന ചെയ്യുന്നു, അതിനനുസരിച്ച് വളരും. വേറെ ആരും സ്വാധീനിക്കുന്നതല്ല, അതാണ് സ്വയം ഭാവന ചെയ്യുകയാണ്. അങ്ങനെ ഭാവന ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നൊരവസ്ഥ. അതിനടുത്ത് ദ്രവതലങ്ങളിലുള്ളവയ്ക്ക് പ്രേരണ ചെലുത്താനുള്ള സ്വഭാവമാണ്. അപ്പോൾ ഞങ്ങളൊരു ഭൗതിക സ്വഭാവം പറഞ്ഞു, അതിനുള്ള സ്വഭാവ വിശേഷങ്ങൾ പറഞ്ഞു, ഘടനാപരമായ അവസ്ഥ, സ്വഭാവവിശേഷങ്ങളുടെ അവസ്ഥ, ധർമ്മപരമായ അവസ്ഥ, ജ്ഞാനപരമായിട്ടുള്ള അവസ്ഥ, പിന്നെയോ ബലപരമായ അവസ്ഥ. എല്ലാ വസ്തുക്കൾക്കും ബലം എന്ന ഒന്ന് ഉണ്ട് എന്ന കാര്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട്. മൺപാത്രത്തിൽ ഒരു മൺചട്ടിയുടെ ഒരു വശവും മറ്റൊരു വശവും തമ്മിൽ ഒട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അവ മൺചട്ടിയായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വസ്തു ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ അത് ചേർന്ന് നിൽക്കുന്നു, അവ തമ്മിൽ ഒട്ടി നിൽക്കുന്നുണ്ട്. ഈ ഒട്ടിക്കുന്ന ഒരവസ്ഥ, ഗ്ലൂ ചെയ്യുന്ന ഒരവസ്ഥ, പശിമയുടെ അവസ്ഥ, ശക്തമായ അണുകേന്ദ്ര ബലത്തിന്റെ അവസ്ഥ, അങ്ങനെയാണ് ഗ്ലൂ വോൺ എന്ന് പറയുന്ന ബലഗണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഗ്രാവിറ്റോൺ അല്ലെങ്കിൽ ഗുരുത്വബലം എന്ന് പറയുന്ന ഒരു ബലാവസ്ഥയാണ്. മൂന്നാമത്തത് വാതകത്തിന്റെ സ്വഭാവം വളരുക, ഇങ്ങനെ വിടർന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതിനെ ഗ്രോവോൺ എന്ന് പറയും, വളർച്ചാകണം. നാലാമത്തത് ജൈവവസ്തുക്കൾ അവ എന്തു വേണോ അതിന്റെ പുറം വ്യവസ്ഥയിൽ നിന്ന് സ്വീകരിക്കും. ആ സ്വീകരിക്കാനുള്ള അവസ്ഥ ക്വസ്റ്റോൺ എന്ന് പറയും. ക്വസ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥനാകണം. അടുത്തത് പ്രഭാവം ചൊരിയുന്ന ഒരവസ്ഥയാണ്. അടുത്തത് ഫോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക വൈദ്യുതകാന്തിക കണം എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ ആൻഡ് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഭൗതിക രൂപം. പിന്നെ സ്വഭാവവിശേഷങ്ങളുടെ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്റ്റാറ്റിക്, സ്റ്റാസിസ്, ഡൈനാമിക്, ഓർഗാനിക് ആൻഡ് കോസ്മിക് എന്ന് പറയുന്ന അവസ്ഥ. മ്യൂട്ട്, കോറിലേറ്റ്, കോപ്പറേറ്റ്, ഇന്ററാക്ട് ആൻഡ് എമിറ്റ് എന്ന് പറയുന്ന ഫങ്ഷണൽ സ്റ്റേറ്റുകൾ. സ്റ്റാറ്റിക് ഇൻഡ്യൂഷൻ, സ്റ്റാസിസ് ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ, എക്സ്പീരിയൻസ്, കോംപ്രിഹെൻഷൻ, ഇമാജിനേഷൻ ആൻഡ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ. അത് കഴിഞ്ഞാൽ ഗ്ലൂവോൺ, ഗ്രാവിറ്റോൺ, ഗ്രോവോൺ, ക്വസ്റ്റോൺ ആൻഡ് ഫോട്ടോൺ എന്നുള്ള അതിന്റെ ക്രമം. ഈ രൂപത്തിൽ ഉള്ള അവസ്ഥയുടെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട്, ഇതിന്റെ ഒരു ഭാഗത്തെ മാത്രം എടുത്തുകൊണ്ട് നാം പറയുന്നു അതാണ് നമ്മുടെ ലോകം. വേറെ ഒരു ഭാഗം മാത്രം എടുക്കുന്നു. എന്നിട്ട് ആത്മീയത എന്നുള്ള പേരിൽ ഒരു മേഖലയാണ്. ഭൗതികവാദവും ആത്മീയവാദവും ഒന്നും ശരിയല്ല. മാർക്സിസ്റ്റുകാരും ശരിയല്ല, അമ്പല കമ്മിറ്റിക്കാരും ശരിയല്ല. ഞങ്ങളുടെ പണിയും നോക്കി മുന്നോട്ട് പോകും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്ന് പറയുന്ന കർമ്മവാദികൾ മറ്റൊരു വശത്ത്. ആ 3 കൂട്ടർക്കും കാര്യങ്ങളെ കുറിച്ച് വലിയ കാര്യവിവരമില്ല എന്ന് പറയുന്നത് ജ്ഞാനവാദികളെ വിഷയം. പിന്നെ വാദങ്ങൾക്ക് തന്നെ ഏരിയയിൽ എത്തിയിട്ടില്ല. ശാസ്ത്രവാദികൾ ആ വഴി പോകും, ഭൗതികവാദികൾ ആ വഴി പോകുമ്പോൾ ശാസ്ത്രവാദികൾ വരും. അത് ശാസ്ത്രം ഏത് വഴിക്ക് ഇങ്ങനെ അന്വേഷിച്ച് ഏതൊക്കെ ഫലങ്ങളെന്ന് കണ്ടെത്തലാണ്. പണ്ടൊരു കഥ ഉണ്ടായിട്ടുണ്ട് ഇല്ല നമ്മുടെ നാട്ടില് ഈ കാര്യത്തെ വിവരിക്കാൻ. ആനയെ 5 കുരുടന്മാർ കാണാൻ പോയ അവസ്ഥ. ഒരേ കാര്യത്തിന്റെ ഒരു മുഖത്തു നിന്നും നോക്കിയിട്ട്, ഓരോ മുഖത്തും 5 മുഖങ്ങളിൽ നിന്നും ഓരോരുത്തരും നോക്കിയിട്ട് അതാണ് അത് എന്ന് വിവരിക്കുന്ന ഒരവസ്ഥ, അതാണ് അത് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അതാണോ, അത് മാത്രമാണോ എന്ന് നാം അന്വേഷിച്ചാൽ അത് മാത്രമല്ല. ഇവ 5ഉം കൂടെ ചേർന്ന് നിൽക്കുന്ന, 5ഉം കൂടെ എങ്ങനെ ചേരുന്നത്? ആരെങ്കിലും ഒന്ന് ചേർത്ത് നിൽക്കുന്നതല്ല. ഇവയെല്ലാം ഒരേ സമയം ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു സത്ത പൂർണ്ണമാകുന്നത്. അങ്ങനെ ഒരു സത്ത, ഒരു വസ്തു, ഒരു സംവിധാനം പൂർണ്ണമാകുമ്പോൾ
അതിനെ ഭൗതികമായും പ്രതിഭാസപരമായും ധർമ്മപരമായും ജ്ഞാനപരമായും ബലപരമായും നിലനിർത്തുന്ന ഈ മഹാസംവിധാനത്തെ, അതിൽ ലീനമായ സംവിധാനത്തെ പ്രകൃതി എന്ന് നമുക്ക് വിളിക്കാനാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് വസ്തുവാണോ? അല്ല. പ്രതിഭാസമാണോ? അല്ല. ഈ ധർമ്മമാണ്. ഇതിലെ ഏതെങ്കിലും ഒന്നല്ല, ഇവയെല്ലാമാണ്. പക്ഷെ നമ്മളിപ്പോ ഭാരതീയ ദർശനങ്ങൾക്കനുസരിച്ച്, സാഖ്യമൊക്കെ പറയുന്നതനുസരിച്ച് പ്രകൃതി പുരുഷ പ്രക്രിയ എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് അതിന്റെ ഭൗതിക രൂപത്തെ പറയുന്നു, പുരുഷം എന്ന് പറയുന്നത് അതിന്റെ പ്രതിഭാസ രൂപത്തെ പറയുന്നു, പ്രക്രിയ എന്ന് പറയുന്നത് അതിന്റെ ധർമ്മരൂപത്തെ പറയുന്നു. അപ്പൊ ഇവ മൂന്നും വ്യത്യസ്തമായി നിന്നുകൊണ്ടുള്ള ഒരു അവസ്ഥ ഇല്ല ഇവിടെ. ഘടനാപരമായ ഒരു സവിശേഷത ഉള്ള ഒരു വസ്തുവിനാണ്, ഘടനാപരമായ സമഗ്രതയുള്ള ഒരു വസ്തുവിനാണ് സ്വയം നിർദ്ധാരണ സ്വഭാവം ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ജൈവ വസ്തു എന്ന് വിളിക്കുന്നത്. അല്ലേ? ജീവനെ കുറിച്ച് മറ്റേ ബയോളജി വിവരിക്കുന്നില്ല. എന്താണ് ജീവൻ എന്ന് അന്വേഷിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാനില്ല. എപ്പിക്കോളജി അതിനെ വിശദീകരിക്കും. ഏതൊരു വസ്തുവും അതിന്റെ സ്വയം നിയന്ത്രണ സംവിധാനത്തിലേക്ക്, സ്വയം സംഘാടനത്തിലൂടെ ഉണ്ടായ ഏതൊരു വസ്തുവും അതിന്റെ സ്വയം നിയന്ത്രണ സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ജൈവ വസ്തു എന്ന് നമുക്ക് വിളിക്കാം. ജൈവ വസ്തുക്കൾക്ക് ഈ ചിത്രം അനുസരിച്ച് പ്ലാസ്റ്റിക് ശരീരം ആണ് ഉണ്ടാവുക. പ്ലാസ്റ്റിക് ശരീരം എന്ന് വെച്ചാൽ എന്താണ്? ഭൗതികമായ ഖര, ദ്രാവക, വാതക രൂപങ്ങൾക്കും അപ്പുറത്തുള്ള ശരീരം. ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം ഫീൽഡ് തിയറി പറയുന്നു, ഇവിടെയുള്ള സർവ്വ വസ്തുക്കൾക്കും ആ വസ്തുവിന്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയായിട്ടുള്ള ഒരു മണ്ഡലം ഉണ്ടായിരിക്കുന്നു. അത് ഈ ആത്മീയവാദികൾ വിവരക്കേട് കൊണ്ട് പറയുന്നത്. ആത്മീയവാദികൾ വിവരക്കേട് എന്ന് പറയുന്നത് ഈ മണ്ഡലം ഉണ്ടായിരിക്കുക, ഒന്നിന് ചുറ്റും ഓറ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഫാരഡേക്ക് ഈ കോയിലിന്റെ പ്രശ്നം വെച്ചാൽ ഗാൽവനോസ്കോപ്പിൽ ഒരു നീഡിന്റെ ഡിഫ്ലക്ഷൻ ഉണ്ടായപ്പോ, മണ്ഡലത്തിന്റെ പ്രസൻസ് മനസ്സിലായപ്പോ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഉണ്ടായ മണ്ഡലത്തിന്റെ പ്രസൻസ് മനസ്സിലായപ്പോ അദ്ദേഹം ഒരു പുതിയ സിദ്ധാന്തത്തെ തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ പുതിയൊരു ചിന്താ പദ്ധതി തന്നെ ഉണ്ടാക്കി. ഇത്രയേറെ മോട്ടോറുകളും ഇത്രയേറെ വൈദ്യുത കാന്തിക സംവിധാനങ്ങളും അല്ലെങ്കിൽ വിദ്യുത് ശക്തിയുടെ കണ്ടെത്തലും ഒക്കെ ഉണ്ടാകുന്നത് അതുവഴിയാണ്. നമ്മളിനിയും കണ്ടെത്താനിരിക്കുന്ന മണ്ഡലങ്ങളുടെ ഒരവസ്ഥയെക്കുറിച്ച് നാം ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ വിശ്വസിക്കുന്നില്ല. അപ്പോ മണ്ഡലങ്ങൾ അവയ്ക്ക് ചുറ്റുമുണ്ട്. ആ മണ്ഡലത്തെ നമ്മൾ ബയോപ്ലാസ്മ എന്ന്, ആ മണ്ഡലത്തിന്റെ ടോട്ടാലിറ്റിയെ ബയോപ്ലാസ്മ എന്ന് പറയും. അപ്പോ ഭൂമിക്ക് ജീവനുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഭൂമിക്ക് ജീവനുണ്ട് അല്ലെങ്കിൽ ഭൂമിക്ക് ജീവനുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ഭൂമിക്ക് ജീവൻ ഉണ്ടെന്ന് സംബന്ധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മളതിനെ എന്താ പറയാ, നമ്മള് പഴയ തലമുറയുടെ പഴയ ഒരു പാരമ്പര്യം പിന്തുടരും. നമുക്ക് ആ ഓട്ട എണ്ണയിൽ വിരലിട്ട് നോക്കിയാൽ ഓട്ടയാണ് നമ്മൾ സംഭവിക്കും. അല്ലേ? പണ്ടേ ജീസസിനെ വിരലിട്ട് നോക്കിയാൽ നമ്മൾ സംഭവിക്കണം എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പൊ നമുക്ക് ഒരു വ്യക്തത വേണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ടി വരും എന്താണ് ജീവൻ. മുമ്പേ സൂചിപ്പിച്ചിരുന്നു, ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥ അതിന്റെ രൂപീകരണം സ്വയം നടത്തുകയും അതിന്റെ പരിചരണം, അതെങ്ങനെ മുന്നോട്ട് പോകണം, അതിന്റെ പരിചരണം സ്വയം നടത്തുകയും സ്വയം സംരക്ഷണം നടത്തുകയും സ്വയം സന്ധാരണം നടത്തുകയും ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ അവസ്ഥയാണ് ജൈവ വസ്തു എന്ന് പറയുക. നിങ്ങൾ ഷേവ് ചെയ്താൽ മുഖത്ത് രോഗം പോയിട്ട്, ഷേവ് ചെയ്യുന്ന ഭാഗത്ത് രോഗം പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മുറിച്ചു. നിങ്ങൾ മണ്ണിന്റെ മുകളിലുള്ള പുല്ലൊക്കെ ചെത്തിയിട്ട ഭൂമിയിൽ മുളക്കില്ലേ? നിങ്ങൾ ഭൂമി ജിയോഗ്രഫി ആണെങ്കിലും ശരി, ജിയോളജി ആണെങ്കിലും ശരി, ശരിയാവും ഇതൊന്ന് പഠിച്ചു നോക്കൂ. എന്നിട്ട് അതിനെ ഈ ജൈവ സംവിധാനത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സ്വയം പരിചരണം നടത്തുന്നുണ്ടോ, സ്വയം സംരക്ഷണം നടത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പോ
ഒരു 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 ബൃഹത്തായുള്ള ജൈവ സംവിധാനമാണ് പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. അത്തരം ഒരു ബൃഹത് സംവിധാനത്തില്, ഭൂമി എന്നുള്ള ഈ ബൃഹത് സംവിധാനത്തില്, ജീവനുള്ള ഈ ബൃഹത് സംവിധാനത്തില് ജീവിക്കുന്ന നമുക്ക് മുമ്പ് കണ്ട ഭൗതിക രൂപം മാത്രമാണ് അംഗീകരിക്കത്തക്കതായിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല, അഥവാ നമ്മളെ വല്ല അനുഭവിച്ചിട്ട് നമ്മൾ സമ്മതിക്കില്ല. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന കാര്യത്തെ നമ്മൾ ഈ ഒരു പന്തിന്റെ സൈഡിലേക്ക് ടോർച്ച് അടിച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിക്കും. ഭൂമിയുടെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതായി നാം അനുഭവപ്പെടുന്നു എന്നതിന് പ്രതിഭാസമാണെന്ന് കവിതകളിലൂടെ നമ്മൾ സമ്മതിക്കുന്നു. അല്ലാതെ ശരിയാമിധം നമുക്ക് അതിന് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഒരു ഭൗതിക വസ്തുവിന്, ഒരു ഭൗതിക സംവിധാനത്തിന് പ്രതിഭാസപരമായ സ്വഭാവവിശേഷപരമായ കാര്യങ്ങൾ ഉണ്ടാകും എന്നത് സമ്മതിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നു. അവയ്ക്കൊരു ധർമ്മവ്യവസ്ഥ ഉണ്ടാവുമെന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയുന്നില്ല, ജ്ഞാനവ്യവസ്ഥയുടെ സമ്മതിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു ജൈവ സംവിധാനത്തിൽ ഇവയെല്ലാം ഉണ്ടാവും, ഇവയെല്ലാം ചേർത്തതായിരിക്കും ഒരു വ്യവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രകൃതിയെ ഭൗതിക രൂപത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ അത് പൂർണ്ണമാകില്ല എന്നൊരു അവസ്ഥയുണ്ട്. ഭൗതികമായി മാത്രം നോക്കിയാൽ അത് പൂർണ്ണമാകില്ല, അതെന്തെന്ന് മനസ്സിലാവില്ല. പൊട്ടക്കണ്ണന്മാര് ആനയെ കണ്ടതുപോലെ രസം. അത് അവിടെ നമ്മൾ പറഞ്ഞു വന്നു അല്ലേ? എന്ത് കണക്ഷൻ വിട്ടതല്ല, കറണ്ട് പോയപ്പോ എന്റെ കറണ്ട് പോയി. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിതെല്ലാം സംബന്ധിച്ചാലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സത്ത എന്ന് പറയുന്നത് അതുമാത്രമാണെന്നും അതിന് മറ്റുള്ളവയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ടുള്ള, പണം കൊടുത്തു വാങ്ങലുണ്ട്, അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഇതിനൊക്കെ അംഗീകരിക്കുള്ളൂ. ഇതിനു വേണ്ടി അതുണ്ടായി, അതിനുവേണ്ടി ഇതുണ്ടായി എന്ന് പറയുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഇതുണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെയുള്ള സർവ്വസാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരു ആത്മീയ അല്ല ആത്മീയ അല്ല ഒരു സാംസ്കാരിക വീക്ഷണം. ഇതിലെല്ലാം നമ്മൾ ജീവിച്ചു പോകുന്നത്. എവിടെയാണ് നമുക്ക് പാളുന്നത് ശരിക്കും? ഇവയെല്ലാം തമ്മിലൊരു പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള, ഇത്തരത്തിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ലായ്മയിൽ നിന്നാണ് നമുക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. ആത്മീയത, അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, പ്രകൃതി എന്ന് പറയുന്നത് ഇവയെല്ലാം ചേർന്നതാണ്. ഈ ആ ഏകത്തെ, ഐകമായ സത്തയെ നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നത്. പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ ആത്മീയത എന്ന് വെച്ചാൽ എന്താ? പണ്ട് ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല, കാരണം കുറെ സമയം പോകുന്നുണ്ട്. പണ്ട് ഈ മരിച്ചു പോകുമ്പോൾ ഒരു ജീവിക്ക് ഒരു ശേഷിയില്ലാതാണ്. ജീവനുള്ള വസ്തുക്കൾക്ക് എന്തൊരു ശേഷിയുണ്ട്. അപ്പൊ മരിച്ചു പോകുമ്പോൾ ഈ സാധനം വെളിയിൽ പോകുന്നത് കൊണ്ടാണ് പിന്നെ അത് മരിച്ചു പോകുന്നത്. അപ്പൊ ആ വെളിയിൽ പോകുന്ന സാധനമാണ് ആത്മാവ് എന്ന് പറയുന്നൊരു വീക്ഷണം അതിനുണ്ടായിരുന്നു. പിന്നെ ഇയാളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നത് മറ്റേ നമ്മൾ CD ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മറ്റേ ഫിലിം ഇട്ടിട്ട് സിനിമ കാണിക്കാം. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാല് എന്താണ് ചിത്രാഞ്ജലിയിലേക്കുള്ള സാധനം ക്യൂബേ സിസ്റ്റം വഴി നമുക്ക് സാറ്റലൈറ്റ് വഴി അവിടെ ഒരിടത്ത് പ്ലേ ചെയ്യും, ഇവിടെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന പോലുള്ള പരിപാടി ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആത്മാവ് എന്നുള്ളത് ആകാശത്തേക്കും ഇങ്ങനെ പരമാത്മാവും അയാൾ വന്നിട്ട് ഇവിടെ അകത്തുള്ള ഈ സാധനത്തിനെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും. കുറച്ചുകാലം ഇവിടേക്ക് ഇങ്ങനെ ഒരു ഡെപ്യൂട്ടേഷൻ കൊടുക്കും. അയാൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള പലതരം വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ ആത്മാവിനെയും ആത്മീയതയും വ്യാഖ്യാനിച്ച് മുമ്പോട്ട് വന്നു. ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മഹാജാലം അല്ലെങ്കിൽ ഒരു വെബ്, ഒരു നെറ്റ് ആണ് എന്നുള്ള ഒരു വീക്ഷണം ഈ അടുത്ത കാലത്താണ് ശാസ്ത്രത്തിന് ബോധ്യമാകുന്നത്. നമ്മൾ ശാസ്ത്രത്തിലെ ബയോളജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഈ ജൈവ സംവിധാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ, അവൻ തിന്നുന്ന ജീവികൾ, അവ തിന്നുന്ന ജീവികൾ ഒരു ഫുഡ് പിരമിഡിനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഒരു ഫുഡ് പിരമിഡിൽ ഒതുങ്ങുന്ന ഹൈറാർക്കിയുടെ ഒരു വല്ലാത്ത ഇത്തരത്തിലുള്ള ഒരു സ്ഥാനശ്രേണിയുടെ തലപ്പത്തിരിക്കുന്ന ഒരുത്തരാണ് മനുഷ്യൻ എന്നുള്ള രൂപത്തിലാണ് മനുഷ്യകേന്ദ്രിത വിദ്യാഭ്യാസവും മനുഷ്യകേന്ദ്ര സംസ്കാരവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ. ആ പരസ്പര ബന്ധത്തെയാണ് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഇതൊന്നും സ്വയം ജീവിക്കുന്ന, സ്വയം നിർണയിക്കുന്നത് മാത്രമല്ല, ഇവയെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മഹാസംവിധാനമാണ് എന്ന രൂപത്തിലാണ് നാം ആത്മീയതയെ അറിയുന്നത്. അതാണ് ഇവിടുത്തെ ആത്മീയത. ആത്മീയത എന്നുള്ളതിന് പകരം സ്വാഭാവികത എന്നാണ് പറയുന്നത്. പക്ഷെ ആത്മീയത എന്നുള്ള ഒരു പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ദൈവികത എന്നുള്ള പദം ഉപയോഗിക്കുന്നു. ദൈവമില്ല എന്ന് പറയുകയും ദൈവികത എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അർത്ഥരാഹിത്യത്തെ കുറിച്ച് ചെയ്യാൻ ഒരാൾ പറഞ്ഞു. എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമല്ലേ പറയേണ്ടത്. ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് ദേഷ്യം വരും, കുറച്ചു പേർക്ക് സങ്കടം വരും. അപ്പൊ എന്താ പറഞ്ഞ ഡിപ്ലോമസി, ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ദൈവം അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ രൂപത്തിലല്ല, ഒരു അവസ്ഥ എന്നുള്ള രൂപത്തിലാണ്. ഇയാൾക്ക് വലിയ പ്രശ്നമില്ല, മറ്റൊരാളുകൾ ദൈവം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല, അവരുടെ അയാൾക്കും പ്രശ്നമില്ല, യുക്തിവാദിക്കും പ്രശ്നമില്ല, ബുദ്ധിവാദിക്കും പ്രശ്നമില്ല. പക്ഷെ ഇതിൽ എവിടെയാണ് കിടക്കുന്നത്? ആത്മീയതയുടെ യഥാർത്ഥ തലം കിടക്കുന്നത് ഇതെല്ലാം പ്രാഭാവികമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രഭാവപരമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ചിത്രത്തെ പഠിച്ചാൽ മാത്രം മതി. ഉദാഹരണത്തിന് യൂണിയൻ സിസ്റ്റം ഓർഗനൈസേഷൻ, പ്രാപഞ്ചികമായിട്ടുള്ള സിസ്റ്റങ്ങളുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് പ്രാഥമിക വസ്തു മുതൽ കോമ്പൗണ്ടറി എലമെന്റ്സ്, കോമ്പൗണ്ട്, സബ്സ്റ്റൻസ് ലെവല്, അങ്ങനെ ഇത് ജൈവ സ്വഭാവത്തിൽ വരുന്നത്, അത് അങ്ങനെ വന്ന് യൂണിവേഴ്സ് വരെ ഉള്ള ഒരു ചിത്രം. ഇതില് ഈ ഓർഗാനിക് ലെവൽ എന്ന് പറയുന്നിടത്താണ് ഒരു ജീവി നിൽക്കുന്നത്. ഓർഗാനിക് ലെവലിൽ ഒരു ജീവി നിൽക്കുന്നു. അപ്പോ ഈ സെല്ലുലാർ ലെവൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ബയോ ലെവൽ സ്ഥിരമായിട്ട് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, ചയാപചയ പ്രവർത്തനങ്ങൾ, ഉപാപചയ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ബയോളജി പഠിച്ച എല്ലാവർക്കും അറിയാം അല്ലെ? മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവയ്ക്ക് എപ്പോഴും നിർമ്മാണ വസ്തുക്കൾ ആവശ്യമാണ്. ഈ നിർമ്മാണ വസ്തുക്കൾ ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നിന്നാണ് കിട്ടുക? ഈ ബയോ ലെവലിലുള്ള ഒരു വസ്തുവിന്റെ നിർമ്മാണ വസ്തുക്കൾ ആവശ്യമാണെങ്കിൽ അത് സെല്ലുലാർ ലെവലിൽ നിന്നാണ് കിട്ടുക, സെല്ലുകളിൽ നിന്നാണ് കിട്ടുക. സെല്ലുകൾക്ക് ആവശ്യമാണെങ്കിൽ അത് ടിഷ്യൂ ലെവലിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ പുറം വ്യവസ്ഥയിൽ നിന്നും, അത് ഏത് വ്യവസ്ഥയ്ക്ക് അകത്തിരിക്കുന്നോ ആ വ്യവസ്ഥയിൽ നിന്നും അത് സ്വീകരിക്കുക. അങ്ങനെ മനുഷ്യനിൽ നിന്നുള്ള ഈ ഓർഗാനിക് ലെവലിൽ നിന്നും അവൻ എന്തിനകത്താണ് ജീവിക്കുന്നത്? സ്പീഷീസ് എന്നുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ സ്പീഷീസിനോടാണ് ചോദിക്കേണ്ടത്. സ്പീഷീസ് എവിടെയാണ് ചോദിക്കുന്നത്? അതിന് തൊട്ടടുത്ത അവസ്ഥയിലാണ് ചോദിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ അമ്മയോടാണ് ചോദിക്കുക, അല്ലെങ്കിൽ മാതൃതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയോടാണ് ചോദിക്കുക. ചോദിച്ചാൽ അകത്തുനിന്നേ വിശപ്പ് എന്നുള്ള വികാരം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കാതിരിക്കണം, ഒന്നും പിണങ്ങിയിരിക്കണം, ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ മാത്രമല്ല ഒന്ന് പിണങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ സമരത്തിലാണെന്ന് പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുള്ളൂ. അതല്ലാത്തൊരവസ്ഥയിൽ നാം ഭക്ഷണം കഴിച്ചിരിക്കും. അകം വ്യവസ്ഥ നമ്മളോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുറം വ്യവസ്ഥ അത് നൽകിയിരിക്കും. അപ്പോ ധർമ്മവാദികൾ പറയും, ഈ ധർമ്മമാണോ സംഭവിക്കുന്നത്? ഈ രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ വിശക്കും, വൈകിട്ട് 8 മണിയാകുമ്പോൾ വിശക്കും. അപ്പോ ഈ ക്ലോക്കിനനുസരിച്ചാണ് ആളുകളുടെയൊക്കെ വിശപ്പ്. അതുകൊണ്ട് അത് പക്വമായ വിശപ്പാണോ, ശരിയായ വിശപ്പാണോ എന്നൊരു ചോദ്യം, ഒരു അന്വേഷണമുണ്ട് ഇവിടെ. അങ്ങനെയാണോ? ഒളിമ്പസിലെ കുട്ടികൾക്ക് നമ്മളെ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഇവ സാധനങ്ങളൊക്കെ കൊടുക്കാറ്. ഹെഡ്ലൈനാണ് ഇത്, ടൈറ്റിൽ വാചകമാണ്. നമ്മൾ വല്ലവിടെയും കൊണ്ടുപോയി ചില ആളുകളുടെ പാതിരാത്രിക്ക് കയറി വരുമ്പോ ഒരു കൊട്ട ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടായിരിക്കും വരിക. ആരെയാ നോക്കണ്ട, ഇരിക്കുന്ന ആരാണ്? ഇവര് കൊണ്ട് കൊടുക്കുന്നത് നമ്മളറിയാതെയാണ്. പിള്ളേർ സുഖമായിട്ട് തിന്നുകയും ചെയ്യും. ഈ തിന്ന് ശീലം ഉണ്ടാക്കി ഇത് ഒന്നല്ലല്ലോ അവിടെ വരുന്നത്. ഒരു ദിവസം 4-5 ഇതാണ് വരുന്നത്. മലയാളികളായതും അല്ലാത്തതുമായിട്ട് ഒരുപാട് ഇങ്ങനെ വരും. ഇവരൊക്കെ കൊടുക്കും, നമ്മളിത് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം
പൊന്നി മോനെ കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട്, സ്കൂളിൽ എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ സ്കൂളല്ലാത്ത സ്കൂൾ, അവിടെ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുന്ന സമയത്ത് കണ്ണാടിയിൽ, കടയുടെ കണ്ണാടിയിൽ ഈ സാധനം ഇരിക്കുന്നുണ്ടാവും. അവൾക്കാരെയും എനിക്ക് വേണമെന്ന് പറയും, അത് കഴിച്ചാൽ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ്, കഴിക്കേണ്ടത്. 2 പ്രാവശ്യം പറയും, ഇവനവിടെ കിടപ്പ് കിടക്കും, അല്ലെങ്കിൽ നല്ലപോലെ ഇത് കരയും. എന്ത് ചെയ്തു? ഒരു അമ്മ എന്നുള്ള രീതിയിൽ അമ്മ എന്താ ചെയ്യുക? അച്ഛനാണെങ്കിൽ പറയും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, തൊട്ടു പോകരുത്, അല്ലെ? ശാഠ്യം ചെയ്യും. അമ്മയോ 3ാമത്തെ പ്രാവശ്യം അതങ്ങ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവന് വേണ്ട എന്ന് ധർമ്മപരമായി കരുതുന്ന ഒരു കാര്യത്തെ ചെയ്തു കൊടുക്കും. അപ്പോ ഉപവ്യവസ്ഥ എന്താഗ്രഹിക്കുന്നു അത് നൽകാൻ ബഹിർവ്യവസ്ഥ തയ്യാറായിരിക്കും. വിശന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭക്ഷണം നമ്മൾ നൽകും. മദ്യം ശരീരത്തിന് കേടാണ്. മദ്യപാനി 1-2 പ്രാവശ്യം അല്പം ശീലിച്ചു കഴിഞ്ഞാൽ മദ്യം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ധർമ്മബോധം പറയും മദ്യപിക്കുന്ന ശരീരത്തിന് കേടാണ്, പക്ഷെ ഇന്നുകൂടെ കഴിച്ചു കളയാം, ഇന്ന് കഴിക്കുന്നതോടുകൂടി നിർത്താൻ ചെയ്യും. മദ്യത്തിന്റെ കാര്യം മാത്രമല്ല, ഇതുപോലെ നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ, നമുക്ക് അകം വ്യവസ്ഥ എന്ത് ഇച്ഛിക്കുന്നോ അതാണ് തീരുമാനിക്കുക. അകത്ത് ഉള്ള വ്യവസ്ഥകൾ എന്താണോ തീരുമാനിക്കുക അതിനനുസരിച്ചിട്ട് പുറത്തുള്ള വ്യവസ്ഥകൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ധനം വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നിരിക്കട്ടെ, നിങ്ങളിലേക്ക് ധനം ഒഴുകി വരും. നമ്മുടെ നാട്ടിലെ ആളുകൾ എല്ലാവർക്കും ഈ സയൻസ് വർക്ക് ചെയ്യുന്നതാണ്. നമ്മള് പാലക്കാട് ആളുകൾക്ക് ഉള്ള ഒരു പ്രത്യേകതയില്ലേ, അവിടെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ലോട്ടറി കിട്ടി, അവന് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അവന് ലോട്ടറി കിട്ടി, നമുക്കൊക്കെ കിട്ടാൻ യോഗം. എനിക്ക് കാശ് വേണം, അസൂയാണ് അല്ലെങ്കിൽ ആർത്തിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. അസൂയം ആർത്തിയെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ ചുറ്റുമുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെക്കുന്നത്, ആണി അടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കതിന് യോഗമില്ലല്ലോ, എനിക്കത് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത് വെച്ച് ആണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത് വരിക, പണം വരിക, എങ്ങനെയാണ് സംവിധാനങ്ങൾ വരിക? ഇതൊന്നും വരികയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും പരസ്പര ആശ്രിതമാണ്, പരസ്പര ബന്ധിതമാണ്. ഒന്നിന്റെ ആവശ്യമെന്തോ അത് മറ്റൊന്നും അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് അതീതമായി ഇത് സാധ്യമല്ലാതെ നിൽക്കുന്നതിന് കാരണമാകുന്നത് മനുഷ്യൻ ഉരുവാക്കിയെടുക്കുന്ന യുക്തിയാണ്, യുക്തിബോധമാണ്, യുക്തി ചിന്തയാണ്. യുക്തിവാദികൾക്ക് കേൾക്കുമ്പോൾ ചില ചൊറിയായി. ഇവിടെ ആരൊക്കെ യുക്തിവാദികൾ? ഈശ്വര വിശ്വാസികൾ മുതൽ മാർക്സിസ്റ്റുകൾ മുതൽ കമ്മ്യൂണിസ്റ്റുകൾ മുതൽ ഹിന്ദുക്കൾ മുതൽ മതവാദികൾ മുതൽ ഭക്തിവാദികൾ മുതൽ ഈ വാദികളെല്ലാം യുക്തിവാദികളാണ്, യുക്തിചിന്തകരാണ്, യുക്തിയിലാണ് പോകുന്നത്. നൈസർഗികമായ വികാരങ്ങളോട് ഇടപെടാൻ കഴിയാത്തവരൊക്കെ യുക്തിപൂർണരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഊന്നി നിൽക്കുന്നവരെല്ലാം അവൻ നൈസർഗികതയെ തൊട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, അവൻ മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ പോഷിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ യുക്തിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. യുക്തി എന്ന് വെച്ചാൽ എന്താണ്? ഭാവനാത്മകമായ വിഭ്രംശങ്ങളാണ്. നമ്മുടെ സ്വാഭാവികമായ വഴിയിൽ നിന്നും നമ്മളിപ്പോൾ ഒരു നീർച്ചാലിലെ പോകുന്നുണ്ടെന്നിരിക്കട്ടെ, ആ നീർച്ചാലിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്നിരിക്കട്ടെ, ഒരു ചെറിയ ബ്ലോക്ക് എവിടേക്ക് വരികയാണെങ്കിൽ ഈ താളാത്മകമായ ഒഴുക്കിനും വിഭ്രംശം വരും. ഈ വിഭ്രംശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിന് വഴിമാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആ വഴിമാറ്റത്തിന് കാരണമാകുന്നത് ആ ബ്ലോക്കാണ്. താളം അവിടെ കുറയുന്നു, അവിടെ പുതിയൊരു അവസരം, പുതിയൊരു സാധ്യത ഉണ്ടാകുന്നു, അത്തരത്തിലൊരു വഴിതിരിവ്, വേർതിരിവ് ഉണ്ടാകുന്നു. അതാണ് യുക്തി എന്ന് പറയുന്നത്. യുക്തിയെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ ആയിട്ടുള്ള ചില ഏരിയകളിൽ. ഇരിക്കുന്ന കമ്പ്യൂട്ടർ യുക്തി കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് ഇവിടെ യുക്തി വർക്ക് ചെയ്ത്? ജർമേനിയത്തിലോ സിലിക്കണിലോ ഒരു ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടക്ടർ അല്ല, സെമി കണ്ടക്ടർ ആയിട്ട് മാറും. നോൺ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു വസ്തു സെമി കണ്ടക്ടർ ആയിട്ട് മാറും. വൈദ്യുതി ഒരു വശത്തേക്ക് മാത്രം കടത്തി വരും.
ഈ ഒരു ആശയത്തെ മുൻനിർത്തി ലോജിക്കൽ ഗേറ്റുകൾ ഉണ്ടാക്കി അവയുടെ കോംപ്ലക്സ് സിസ്റ്റംസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടറീസും മൈക്രോ പ്രോസസേഴ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് വർക്ക്സ്. ഇന്നത്തെ സൊസൈറ്റി ഭസ്മാസുര ശാപമുള്ള നമ്മുടെ സൊസൈറ്റി. ഭസ്മാസുര ശാപം അറിയാലോ അല്ലെ? ആരുടെ നേരെ വരുന്നുണ്ടെന്നോ അവൻ ഭസ്മീകരിക്കപ്പെടും, അല്ല ഭസ്മമാകും എന്ന് ഭസ്മാസുര ശാപം കിട്ടി, മറ്റേ വരം കിട്ടി. അപ്പൊ ഇതിഹാസമാണ് കണ്ടവരുടെയൊക്കെ നേരെ ചൂണ്ടാൻ തുടങ്ങി. അപ്പോ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ദേവതകൾ പുതിയൊരു സംവിധാനത്തിൽ ആരാ അദ്ദേഹത്തെ കൊണ്ട് നിർത്തി വെച്ചിരിക്കാൻ, അത് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, ഈ കാര്യം ഓർത്താൽ മതി. സ്വന്തം തലയിലേക്ക് വിരൽ ചൂണ്ടിപ്പിച്ചു എന്നാണ് കഥ. അതുപോലെ നമുക്ക് നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കത്തക്ക വിധത്തിൽ യുക്തിയെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമുക്ക് മനുഷ്യരാശി ഉണ്ടാക്കി വന്നിട്ടുണ്ട്. കാരണം നാം വീക്ഷിക്കുന്നതെല്ലാം മനുഷ്യകേന്ദ്രിതമായിട്ടാണ്. നാം ആശ്രയിക്കുന്നതെല്ലാം മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ഉറവിടമായ പ്രകൃതിയെയാണ്, അല്ലെങ്കിൽ നാമായ പ്രകൃതിയല്ല. നമുക്ക് വേണ്ടതെല്ലാം തരാൻ പ്രാപ്തമായിട്ടുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ്. പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കണം, പ്രകൃതിയോട് മല്ലിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. പ്രകൃതിയിലേക്ക് നമ്മുടെ ഹ്യൂമൻ ലേബർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ സംവിധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ താത്വികന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ യുക്തി കൊണ്ട് നമ്മൾ വേർവിട്ടുപോയി, വഴിവിട്ടുപോയി. ഈ വഴിയിലേക്ക് തിരികെ വരാനുള്ള ഒരേ ഒരു മാർഗം പ്രകൃതിയെ അത് എന്താണോ അതായി അറിയുക, അത് നാം തന്നെയാണെന്ന് അറിയുക, അതിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിന്റെ പലതിനെയും പുനർനിർവചിക്കേണ്ടി ബോധമനസ്സുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുമെന്ന് തോന്നും. മനഃശാസ്ത്രത്തെ കുറിച്ച് വൈജ്ഞാനികമായി മനസ്സിലാക്കിയ ചിലരെങ്കിലും ബോധ മനസ്സിന്റെ താഴെ ഒരു ഉപബോധമുണ്ടെന്ന് സമ്മതിക്കുമെന്ന് തോന്നും. ഒളിമ്പസ് ഇതിനെ കാണുന്നത് 6 തലങ്ങളിലാണ്. ഈ ഏറ്റവും താഴെ കാണുന്നതാണ് ബോധ മനസ്സ്, എൻറ്റിറ്റി കോൺഷ്യസ്നസ്. അത് ഒരു ജീവിയുടെ തലത്തിലാണ് ഉണ്ടാകുന്നത്. ഈ ജീവി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം അവയവങ്ങളുടെ കളക്റ്റീവാണ്, ഒരു കൂട്ടം അവയവങ്ങളുടെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ തലത്തിൽ ഉണ്ടാവുന്ന ഓർഗൻ ലെവലിൽ ഉണ്ടാവുന്ന ബോധം ആണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അത് സ്മൃതീന്ദ്രിയം എന്ന് വേണേൽ പറയാം. അതിനുമകത്ത് കോശതലത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഇൻഡ്യൂഷണൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. സഹജാവബോധപരമായിട്ടുള്ള ബോധം. അതിനുമകത്ത് എന്തെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള അതിന്റെ എന്താ പറയുക പ്രാപഞ്ചികമായിട്ടുള്ള സ്വഭാവം ഉണ്ടല്ലോ, അതിനെ ഗൈഡ് ചെയ്യുന്ന ഒന്നാണ് അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ ഓർഗാനിക് ലെവലിലുള്ള സൂപ്പർ സെൻസറി ഓർഗനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ എന്ന് പറയുന്നത് ഈ അനിമൽ ലെവലിൽ എൻറ്റിറ്റി കോൺഷ്യസ്നസ്സിലാണ് നിൽക്കുന്നത്. ഞാനെന്നുള്ള ബോധം, ഞാനെന്നുള്ള ചിന്ത. ഞാൻ ചിന്തിക്കട്ടെ, പൊട്ടന്മാർക്കൊക്കെ മനസ്സിലാകുന്നു. ഞാനങ്ങനെ പറഞ്ഞു മഹാത്മാക്കളെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പൗഡർ ഇടുന്നു, ഭയങ്കര ചെത്തി മിനിക്ക് ഭയങ്കര ചത്തായിട്ട് പറയുന്നു. മനസ്സിൽ ചിന്തിക്കുന്നതായിരിക്കില്ല ഈ വിവരഘട്ടന്മാർക്ക് മനസ്സിലാവുന്നു ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഞാനത് ചിന്തിക്കപ്പെടും. എൻ്റെ ആക്റ്റീവ് കോൺഷ്യസ്നസ്സിൽ ഞാൻ പൗഡർ ഇട്ടേ പറയുള്ളൂ, സുഖിപ്പിച്ചേ പറയുള്ളൂ. അതാണ് എൻ്റെ പ്രകട മനസ്സ്, നമ്മുടെ വ്യക്തിത്വം എന്നുള്ള സാധനം. ആത്യന്തികമായിട്ടുള്ള സ്വത്വം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അങ്ങനെ എൻ്റെ ഈ ചിന്ത കൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന നിങ്ങളെല്ലാം ഇയാളെപ്പോഴാണ് നിർത്താൻ പോകുന്നതെന്നുള്ള അർത്ഥത്തിൽ നോക്കി നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കൗതുകപൂർവ്വം വീക്ഷിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുകയായിരിക്കാം, ആകാംക്ഷ കൊണ്ട് കാത്തിരിക്കുന്നതായിരിക്കാം. എല്ലാവരും വലം കൈ ഒന്ന് പൊക്കാമോ? എല്ലാവരുടെയും വലം കൈ ഒന്ന് പൊക്കാമോ? താഴ്ത്താമോ? ഇനി ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടൊന്ന് ചോദിച്ചോട്ടെ. എൻ്റെ മുഖം, എനിക്ക് എൻ്റെ കൈ, എൻ്റെ അവയവത്തെ, എനിക്ക് എൻ്റെ അവയവത്തെ എനിക്ക് ചലിപ്പിക്കാൻ പറ്റും അല്ലേ? അതെന്നല്ലേ ഞാനിപ്പോൾ ചെയ്തു. ഇത്ര കൈകൾ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ എന്നോട് സുതാര്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കൈകളെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിയും എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് ആണ്. ഈ ഭാഷ വേണമെന്നുണ്ടോ കൈപൊക്കാൻ? അവിടെ ഇരിക്കുന്ന പൂച്ചയെ അവിടെ ചലിപ്പിക്കണമെങ്കിൽ ഞാൻ
ഇവിടുന്ന് ഭാഷ ഉപയോഗിച്ച് ലഭിക്കേണ്ടതുണ്ടോ? ഒരു ചെടിയെ വളർത്താൻ ഞാൻ ഈ സങ്കേതവും ഭാഷയും ഉപയോഗിക്കേണ്ടതുണ്ടോ? കണക്റ്റഡ്. ഇവയെല്ലാം തമ്മിൽ കണക്റ്റഡ്. ഇവയെല്ലാം ഒരേ സംവിധാനത്തിൽ തന്നെ ഭാഗങ്ങളാണ്. ഇനി നിങ്ങൾ യൗകിക രീതിയിൽ പോവുകയാണെങ്കിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നുള്ള രൂപത്തിൽ പോവാം. ധ്യാനാവസ്ഥകൾ അകത്തേക്ക് കയറി പോകണമെങ്കിൽ അങ്ങനെ കയറി പോവാം. എവിടെയാ എത്തുക? അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിൽ. ഈ മുമ്പേ ഞാൻ കാണിച്ച ധാരയുടെ ആ മെയിൻ സ്ട്രീമിലേക്കാണ് എത്തുക. അവിടെ തന്നെയാണ് കുറെ ഇപ്പുറത്തൂടെ പോയാലും എത്തുക. ജാഗ്രത, പ്രത്യക്ഷം, പ്രതി, തുരീയം എന്നുള്ള അവസ്ഥയിൽ പോകും. നമ്മൾ അവിടെ തന്നെയാണ്. നമ്മുടെ ആത്മീയവാദികൾ ആധ്യാത്മിക പരിശീലനങ്ങളെ കണക്കാക്കുന്നത് അകത്തൂടെ പോകുന്ന ഒരു തലത്തിലൂടെ മാത്രമേ സ്വത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ സ്വത്വം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൂടെ നമ്മുടെ തിരിച്ചറിവിന്റെ ഭാഗമാണ്. അതാണ് രാവിലെ ഞാൻ പറഞ്ഞത്, ആത്മസാക്ഷാത്കാരമാണ് ഡിബിക്കോളജിയുടെ ആത്യന്തിക ലക്ഷ്യമുള്ളത്. പക്ഷെ ഈ ആത്മം എന്ന് പറയുന്നത് എന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ചെറിയ പതിപ്പായ ഞാൻ അതല്ല. ദൈവത്തിൽ നിന്ന് പൊട്ടി ഇങ്ങനെ എടുത്ത് അതിന്റെ ഫ്രാക്ടൽ എടുത്തിട്ട് ഇങ്ങനെ അകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവം, അതിങ്ങനെ ഞാൻ വരയ്ക്കുമ്പോൾ പൊട്ടി വെളിയിൽ പോകുന്ന സംഭവം. എന്നോട് ഒരാൾ ഒരു 20 കൊല്ലം മുമ്പ് ഒരു സ്ട്രീറ്റിന്റെ നടുവിൽ വെച്ച് ഒരു രാത്രി ഒരു 4-5 മണിക്കൂർ നിന്ന് എന്നോട് ആർഗ്യ ചെയ്ത സാധനമാണ്. ഒരു ഗ്ലാസ് കൂട് ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് ഒരു ജീവിയായിട്ട് വയ്ക്കുക. കുറച്ചേരം നേരം വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും ആ ഗ്ലാസ് കൂട് പൊട്ടിയിരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ആത്മാവ് വിട്ടു പോകണമെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള വികലമായ വീക്ഷണങ്ങളും അനുഭവങ്ങളും അവരുടെ പങ്കിടലുകളും ഒക്കെ കൊണ്ടുണ്ടായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് ഇവയെല്ലാം ഒന്ന് തന്നെയാണെന്നും ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളാണെന്നും ഇവയെല്ലാം ഒരേ കണ്ണിയിൽ കോർത്ത നൂലുകൾ പോലെയാണെന്നും അല്ലെങ്കിൽ ഒരേ നൂലിൽ കോർത്ത മുത്തുകൾ പോലെയാണെന്നും ബോധ്യപ്പെടാനുള്ള ഒരു അവസ്ഥ. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് നമ്മൾ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാകൃതികമായിട്ടുള്ള പ്രാഭാവികത അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സ്വീകാര്യതകളിൽ, നമ്മുടെ വിയോജിപ്പുകളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ഈഗോയിൽ, ഞാനെന്ന ഭാവത്തിൽ, ഞാനല്ല എന്ന ഭാവത്തിൽ, ഏതിലും എവിടെയും ഇതാണ് വർക്ക് ചെയ്യുന്നത്, ഇത് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. പ്രാകൃതികമായ ഈ സംവിധാനത്തിന്റെ എല്ലാം തമ്മിൽ പരസ്പര ബന്ധിതമാണ് എന്നുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട് നാം ഉപയോഗിപ്പിക്കുന്ന ഒരു പദമാണ് പ്രാകൃതിക ആത്മീയത, പാരിസ്ഥിതിക ആത്മീയത അല്ലെങ്കിൽ ഇക്കോ സ്പിരിച്വാലിറ്റി. ജൈവ വസ്തുക്കൾ തമ്മിലാണ് ഈ ആത്മീയ ബന്ധം എന്നുള്ള ധാരണ നമുക്കുണ്ട്. ജൈവ വസ്തുക്കൾ ജീവനില്ലാത്ത സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ബന്ധത്തെ ബയോഫിലിയ എന്നാണ് വിളിക്കുക. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അവസ്ഥയുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള ഒരാള്, സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് മെക്കാനിക് എന്ന് പറയുമ്പോൾ ഒരാൾ വളരെ സാധാരണക്കാരനാണ്. അയാള് മനുഷ്യന്റെ മനസ്സും യന്ത്രങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അവയെക്കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ ഫിലോസഫി സംസാരിച്ചിരുന്നു. യമഹയുടെ മെക്കാനിക്കായിട്ടുള്ള ഉണ്ണിതായിരിക്കും. കൈയടി കൊടുക്കാം. ഞാൻ ഇന്ത്യയിലും നേപ്പാളിലും ഒരുപാട് യാത്ര ചെയ്തിട്ട് ഒരുപാട് ഫിലോസഫേഴ്സും സയന്റിസ്റ്റുകളുമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. ഇവയുടെ ഗവേഷണപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തിരിച്ചറിവ് ഉണ്ണിക്കുണ്ടായ ഒരു തിരിച്ചറിവ് പലപ്പോഴായിട്ടില്ല. അതേസമയം ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷനായി നിങ്ങളുടെ കമ്പ്യൂട്ടർ കേടുവരില്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ് കേട്ടോ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ മാനസിക പ്രക്ഷുബ്ധത കൂടുന്ന സമയത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ കാറും നിങ്ങളുടെ ഫോണും പിന്നെ ഒക്കെ കേടുവരുന്ന ഒരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഞാൻ മൊത്തം ടെൻഷനായിട്ട് സാധനങ്ങളൊക്കെ കേടായി ഒരനുഭവത്തെ വെച്ച് പറയും. പക്ഷെ ഇത് ഒരു അനുഭവത്തെ നിരീക്ഷിക്കുമ്പോൾ മാത്രമല്ല, അനുഭവങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കുമ്പോഴാണ് നമുക്കതൊരു പ്രതിഭാസമാണോ എന്ന് മനസ്സിലാക്കും. നമുക്ക് അടുത്ത ആക്ച്വൽ പ്രോഗ്രാം എന്ന് പറയുന്നത് വിലയിരുത്തൽ കലാപരിപാടികളെ മംഗളൊക്കെയാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് കൃത്യമായിട്ട് തലച്ചോറിനകത്തൊരു എഫക്ട് ഉണ്ടാവണമെങ്കിൽ, ഇപ്പൊ കേട്ട എഫക്റ്റേ ഉള്ളൂ, അതല്ലാതെ നിങ്ങളുടെ ശരീരത്തിന് മൊത്തം എഫക്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കോർട്ടിക്കൽ പ്രാക്ടീസിന്റെ കുറച്ച് ഭാഗത്തേക്ക് കയറി പോകാം. കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കയറി പോകാം.
അത് നിങ്ങൾക്ക് നിങ്ങളെ റീഡ് ചെയ്യാനുള്ള ചില താക്കോലുകളാണ്.